ഒരു മിനിറ്റ് ആയുർവേദ ചികിത്സകളെക്കുറിച്ച് നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതേ കണക്കനെ കർക്കിടക ചികിത്സയെക്കുറിച്ചും. പക്ഷേ ഈ കർക്കിടക ചികിത്സ എന്നത് ശരിക്കും എന്താണ്? ആരൊക്കെയാണ് അത് ചെയ്യേണ്ടത്? അതെപ്പോൾ ചെയ്യണം? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും പലർക്കും ഉണ്ട്. ആ ഒരു സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് ത്രിഫല എന്നുള്ള ആയുർവേദ ക്ലിനിക്കിൻ്റെ ഫൗണ്ടറും ഇവിടുത്തെ ഡോക്ടറുമായ ഡോക്ടർ യോഗേഷുമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത് ഞാൻ സ്ഥിരമായിട്ട് വരുന്ന സമയത്ത് 2 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഈ ഫുൾ ബോഡി മസാജ് ചെയ്യുന്നത് ഈ ത്രിഫല വെച്ചിട്ടാണ്. ഒരു പ്രാവശ്യം എനിക്കും എൻ്റെ ഓഫീസിലെ ടീമിനും അദ്ദേഹം ഒരു ട്രയൽ തന്നു. ഈ ത്രിഫല ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ ബോഡി മസാജ് ട്രയൽ തന്നു. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു ഫുൾ ബോഡി മസാജിൻ്റെ ഗുണങ്ങളും അതേ കണക്ക് തന്നെ എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നോർമലി വണ്ടി ഓടിക്കുമ്പോഴും IT ജോബ് ആയതുകൊണ്ട് ഇരുന്നുള്ള ജോലിയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് ഫുൾ ബോഡി പെയിൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് നല്ലവണ്ണം അവയർനെസ് കൊടുക്കണം, അത് കണക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ വന്ന് അദ്ദേഹത്തിനെ കണ്ടു, കാര്യങ്ങൾ ചോദിച്ചു, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ആ വീഡിയോ നിങ്ങളും കാണുക. ഈ വീഡിയോയിൽ ത്രിഫല ആയുർവേദ ക്ലിനിക്കിനെ കുറിച്ചും ഇവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ചും അതേപോലെ തന്നെ കർക്കിടക ചികിത്സയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യരുത്. നമുക്ക് നേരെ ഡോക്ടറോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. ഹായ് സർ. നമസ്തേ. നമസ്തേ സർ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിനെയും അതേണക്ക് ത്രിഫലേനെയും ഒന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായും. നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ യോഗേഷ് പ്രഭാകരൻ, റെപ്രസെൻറ്റിംഗ് ത്രിഫല ആയുർവേദ സർവീസസ്. ഇവിടെ കാക്കനാടാണ് നമ്മുടെ പഞ്ചകർമ്മ ക്ലിനിക് ഉള്ളത്. ത്രിഫല ആയുർവേദ പഞ്ചകർമ്മ ക്ലിനിക്, സെസ്സിൻ്റെ ഓപ്പോസിറ്റായി നിയർ ടു ടോണിക്കോ കഫേ. താങ്ക് യു. സർ, ത്രിഫല ആയുർവേദ എത്ര വർഷമായി നമ്മുടെ ഈ ഒരു ആയുർവേദ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്? ത്രിഫല എന്നുള്ള കൺസെപ്റ്റ് ആക്ച്വലി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത് റീസെൻ്റ് ആണ്. ഓക്കെ. പക്ഷേ ത്രിഫല എന്നുള്ള കമ്പനി ഏതാണ്ട് 2005 തന്നെ ഞാനും എൻ്റെ ഭാര്യയും പാർട്ട്ണർഷിപ്പായിട്ടുള്ള ഒരു ട്രെയിനിങ് ആൻഡ് ഒരു ഏജൻസി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ആയുർവേദ ചികിത്സാ രീതികൾക്ക് ട്രെയിനിങ് കൊടുക്കുക, കൺസൾട്ടൻസി കൊടുക്കുക എന്നുള്ള രീതിയിൽ. എവിടെയൊക്കെയായിരുന്നു? ഓൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഹോസ്പിറ്റാലിറ്റി ഏരിയകളിൽ അവർക്ക് പെർഫെക്ഷനോട് കൂടി ട്രീറ്റ്മെൻറ്റ് നടത്തി കൊടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാനിത് what is my luck is that I got opportunity to learn from not only from the college, Ayurveda college, but a traditional വൈദ്യ ഗുരുക്കളുണ്ടല്ലോ, അവരുടെ കൂടെ അടുത്തെറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പഠിച്ച ടെക്നിക്കൽ ക്വാളിറ്റി പിന്നീട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻ്റർനാഷണൽ വെൽനസ് അവർ മറ്റ് തെറാപ്പികളൊക്കെ ഹൈ എൻഡ് സ്റ്റാൻഡേർഡിൽ ടോപ്പ് ക്ലാസ് ഹൈജീൻ സ്റ്റാൻഡേർഡിൽ ആംബിയൻസിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണെന്നും പഠിക്കാനും മനസ്സിലാക്കാനും എനിക്ക് പറ്റി. അവർ ഇൻ്റർനാഷണൽ സ്പാ കൺസൾട്ടൻസ് എന്ന് പറയും, അവരുടെ കൂടെ പ്രവർത്തിച്ചപ്പോൾ ദേ അപ്രിഷിയേറ്റഡ് അവർ ആയുർവേദ തെറാപ്പീസ് ആൻഡ് ദേ ടേക്കൺ അവർ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ദേ ആസ്ക് മീ ടു ട്രെയിൻ ദർ സ്റ്റാഫ് ആൾസോ ഓൺ ദാറ്റ്. അതിലൂടെ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് നമ്മുടെ സബ്ജക്റ്റ് എങ്ങനെയാണ് വളരെ നീറ്റായിട്ടും വളരെ ഹൈ ആൻഡ് ഹൈജീൻ സ്റ്റാൻഡേർഡിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ അവരുടെ നിന്ന് പഠിക്കാൻ പറ്റി. അത് ഇവിടെ നമ്മളുടെ നാട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾസിൽ ആയുർവേദത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അണുകിട പോലും വ്യതിചലിക്കാതെ വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്നാൽ ടോപ്പ് ഹൈജീൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു ലേണിംഗ് കിട്ടി. ത്രിഫല വഴി നമ്മുടെ കസ്റ്റമേഴ്സിന് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുവാണ്. തീർച്ചയായും അത് തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എൻഡ് രീതികളിൽ വലിയ ചിലവിൽ ആൾക്കാർ എടുത്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റ് രീതികൾ മിഡിൽ ക്ലാസ് സാധാരണക്കാർക്ക് കൂടി ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കാര്യം പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ വരുന്നത് ഈ ആയുർവേദ ചികിത്സ നല്ല ചികിത്സ നോക്കിയിട്ടാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ നമ്മുടെ ഈ ത്രിഫല വ്യത്യസ്തമായിട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ത്രിഫലയുടെ ബേസിക് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയുർവേദത്തിൽ പൂർണ്ണമായിട്ട് ഊന്നിക്കൊണ്ട് ഒതൻറ്റിക് ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആണ്. അതിനും പുറമെ നമ്മൾ ഇന്നത്തെ മോഡേൺ ആസ്പെക്ട്സിലെ, കാരണം ഇന്ന് ഫാസ്റ്റ് ലൈഫാണ്, അപ്പോൾ അതിൽ ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് വർക്ക് റിലേറ്റഡ് ആയിട്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്. ദാറ്റ് ഈസ് കോൾഡ് അതിലൂടെ റിപ്പീറ്റഡ് സ്ട്രെയിൻ ഇഞ്ചുറീസ് എന്ന് പറയും. റിപ്പീറ്റഡ് സ്ട്രെയിൻ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ
ഒരുപാട് മസിൽസും നെർവ്സും ജോയിൻസും എല്ലാം ഉണ്ടെങ്കിലും ഓക്കെ, നമ്മൾ ഏതാനും ചില മസിൽസ് ജോയിൻസ് നെർവ്സ് പാർട്ടുകൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കമ്പ്യൂട്ടർ പൊസിഷൻ, ലാപ്ടോപ്പ് പൊസിഷൻ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ടെക്സ്റ്റ് സിൻഡ്രോം, അത് ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്കുകൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ പല റോങ് പോസ്റ്റേഴ്സിൽ കണ്ടിന്യൂസ് വർക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില ആ ഭാഗത്തുള്ള നെക്കിൻ്റെ, ഷോൾഡറിൻ്റെയും അല്ലെങ്കിൽ മസിൽസും നെർവ്സും ഒക്കെ ആയിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നു. അതിനെ തുടർന്ന് പിന്നെ ഒപ്പം തന്നെ നമ്മുടെ സെൻട്രൽ നെർവ്സ് ബ്രെയിൻ സിസ്റ്റത്തിലും ഒത്തിരി സ്ട്രെസ്, ഉറക്കക്കുറവ്, ഒരുപാട് പ്രശ്നങ്ങൾ അത് മെൻ്റൽ സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന റിപ്പീറ്റ് സ്ട്രെയിനിലൂടെ നമ്മൾ പിന്നീടാണ് അത് ഡിഫറെൻറ്റ് രോഗങ്ങളായിട്ട് വ്യക്തീഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ആ അവസ്ഥയിൽ തന്നെ റിപ്പീറ്റ് സ്ട്രെയിൻ ഇഞ്ചുറി ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യുക, അതിന് വേണ്ട റെമഡി കൊടുക്കുക. അത് ആയുർവേദത്തിൽ പറയുന്ന സ്വസ്ഥവൃത്തത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദിനചര്യ, ഋതുചര്യ, സീസണൽ റെജിമെൻ, ഡെയിലി റെജിമെൻ എന്ന് പറഞ്ഞാൽ അതിലെ പാർട്ടുകളും, പിന്നെ മോഡേൺ ആയിട്ടുള്ള ചില ഇത് അനാലിസിസ്, എർഗണോമിക് അനാലിസിസ് എന്ന് പറയും. എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് വർക്ക്. ഓരോ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഓരോ കമ്പനികളും അവരവരുടെ വർക്ക് റിലേറ്റഡ് ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി ആ രീതിയിൽ അവരുടെ വർക്ക് പ്ലേസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഹോസ്പിറ്റൽ എർഗണോമിക്സ് ഉണ്ട്, മറ്റേ കമ്പ്യൂട്ടർ എർഗണോമിക്സ് ഉണ്ട്. അങ്ങനെ ഓരോ വർക്ക് പ്ലേസിലും അതിനെ വർക്ക് ഏരിയ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ളതും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില പോസ്റ്റേഴ്സ്, രീതികൾ, അതിനെ തുടർന്നുണ്ടാകുമ്പോൾ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിനെ നളിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് ചെറിയ ചെറിയ എക്സസൈസുകളും ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു സയൻസാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. എർഗണോമിക് അനാലിസിസ് എന്ന് പറയും. അതും കൂടി നമ്മൾ ത്രിഫലയിൽ അതും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വാട്ട് കൈൻഡ് ഓഫ് ജോബ് ഹി ഈസ് ഇൻവോൾവ് ഇൻ ഡേ ടു ഡേ ലൈഫ് and how much stress level he is taking in physical and mental. That analysis will take. പിന്നെ നമ്മുടെ ആയുർവേദ രീതി, പ്രകൃതി, അദ്ദേഹത്തിൻ്റെ ബോഡി ടൈപ്പ്, ഇപ്പോൾ ഉണ്ടായിരുന്ന ഇൻബാലൻസ് അഥവാ വികൃതി, ഹെൽത്ത് സ്റ്റാറ്റസ് അനുസരിച്ച് പിന്നീട് പൂർണ്ണമായിട്ട് ആയുർവേദ രീതി അനാലിസിസ് ചെയ്ത് അതിനുശേഷം നമ്മുടെ കുറേ തെറാപ്പികളുണ്ടല്ലോ ആയുർവേദത്തിലുള്ള, അതിലെ റിക്വേർഡ് തെറാപ്പിയുടെ റിക്വേർഡ് പാർട്ട് മാത്രം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു നെക്ക് പെയിനും ഷോൾഡർ പെയിനും ആയിട്ട് വരുന്നു, നിങ്ങൾ റെഗുലർ വർക്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വർക്കും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 14 days അല്ലെങ്കിൽ 21 days ടോട്ടൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രിപ്പയർഡ് ആകാനുള്ള സമയം നിങ്ങൾക്കില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ വർക്ക് തുടരുകയും വേണം. അപ്പോൾ ആ രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഏരിയയിലുള്ള ചെറിയ പ്രശ്നങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ആയുർവേദത്തിൽ അഭ്യംഗയിലെ സ്പെസിഫിക് ടെക്നിക്സ്, മർമ്മ പോയിൻ്റ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യോഗ, മെഡിറ്റേഷനിലെ ചെറിയ ടെക്നിക്കുകൾ, ഇതെല്ലാം കൂടി അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ചികിത്സാ രീതികൾ കൊടുത്ത്, സോ ഇറ്റ് വിൽ റിഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദാറ്റ് ഇഞ്ചുറി. And if it can be cured, then you can prepare for your Ayurveda detailed treatments later. Okay. ശരിയാണ്, ആർക്കും പൊട്ടും സമയമില്ല, അവർക്ക് വർക്ക് പ്രഷർ ഉണ്ട്, അതേണൊക്കെ തന്നെ ഒരു ദിവസം പോലും മാറ്റി വയ്ക്കാനായിട്ട് ഉണ്ടാവത്തില്ല. സോ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ അത്യാവശ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ 1 മണിക്കൂറത്തെ ആ ഒരു മസാജ് ആയിരുന്നു. പക്ഷെ അത് കൂടാതെ നമുക്ക് എന്തൊക്കെ ഇതുണ്ട് സാർ, ഇപ്പൊ ഒരു വീക്കെൻഡ് വന്നാലും അല്ലെങ്കിൽ പാക്കേജുകൾ എടുക്കുമ്പോൾ, എക്സാമ്പിൾ ഇപ്പൊ കർക്കിടക മാസമാണ്, അപ്പൊ എല്ലാവരും അത്യാവശ്യം കർക്കിടക മാസത്തിന്റെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്തെന്ന് എനിക്ക് അറിയത്തില്ല. ആ സമയത്ത് ട്രീറ്റ്മെന്റുകളും എനിക്ക് അറിയത്തില്ല, അത് നമുക്ക് ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കർക്കിടകം എന്ന് പറയുന്നത് ഒരു ഫ്രീ സബ്ജക്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒന്നും ചെയ്യില്ല. കർക്കിടകത്തിൽ ഒരുപാട് നമ്മുടെ കൊല്ലം ഭാഗത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യവും ചെയ്യത്തില്ല. എല്ലാവരും ശരീരം കൊണ്ട് ഒരു അവസ്ഥയാവും, അതായത് ഒരു പുതിയ പ്രൊജക്ടുകളൊന്നും ചെയ്യില്ല. ആടിമാസം, പഞ്ഞമാസം കല്യാണം നടക്കത്തില്ല, ഒരു നല്ല ഇവന്റ് നടക്കത്തില്ല, പിന്നെ ബോഡി കൊണ്ട് എല്ലാവരും ക്ഷീണിക്കുന്ന ഒരു ടൈം. അപ്പോൾ അങ്ങനെ ഒരു സമയമാണ്. അപ്പോൾ അതിൽ ഈ ആയുർവേദമായിട്ട് നമ്മൾ എന്താണ്? ഇതൊന്നും അല്ല അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ശരിക്കും ആയുർവേദ രീതി പറയുന്നത് ഒരു വർഷത്തെ നമ്മൾ 12 മാസമാണല്ലേ, 12 മാസത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന് ഉത്തരായനം എന്നും ദക്ഷിണായനം എന്നും പറയുന്നത്. അത് സൂര്യൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ്. സൂര്യൻ എർത്തുമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ അതിൽ സൂര്യൻ്റെ മൂവ്മെൻറ്റ് ഭൂമിയിലേക്ക് വരുന്ന രീതിയിൽ ഭൂമിയിൽ സൂര്യൻ്റെ താപം
ഏറ്റവും കൂടുതൽ പതിക്കുന്ന മാസങ്ങളിലേക്കും പിന്നീട് അതിൻ്റെ സൂര്യൻ്റെ ശക്തി കുറച്ച് വരുന്ന ഒരു കാലമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞുമ്പോൾ ജനുവരി ടു ജൂൺ ഫസ്റ്റ് 6 months എന്ന് പറയുന്നത് ആദാന കാലം അഥവാ ഉത്തരായനം എന്ന് പറയും. ഉത്തരായനം ആദാന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അത് ഡിസംബറിൽ തണുപ്പാണ് മറ്റുള്ളത്. അവിടുന്ന് പിന്നെ തണുപ്പ് കുറഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആകുന്നതോടുകൂടി ഏപ്രിൽ, ജൂൺ, മെയ് ഒക്കെ ആകുന്നതോടും സൂര്യൻ്റെ ശക്തി കൂടി വരുന്നു. ശരീരത്തിൽ നിന്ന് നമ്മുടെ ഊർജം ഏറ്റവും കൂടുതൽ ഊറ്റിയെടുക്കുന്ന സ്ഥലമാണ്. ചുറ്റിലുള്ള പ്രകൃതിയെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ ചുറ്റിലുള്ള പ്രകൃതികളൊക്കെ സമ്മറിൽ വറ്റി വരണ്ട് ചെടികളൊക്കെ ഉണങ്ങി ഉള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അതാണ് ആദാനകാലം. ദാറ്റ് മീൻസ് ടേക്കിംഗ് എനർജി ഫ്രം ദാറ്റ്. അതൊക്കെ ക്ഷീണിക്കും, പെട്ടെന്ന് ഇടാവും, അത്രയും ചൂടാണ്. അത് കഴിഞ്ഞിട്ടാണ് ദക്ഷിണായനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 6 മാസം ജൂണിന് ശേഷമാണ്. കനത്ത മഴയും, അതായത് ഹോട്ട് സമ്മറിന് ശേഷം വളരെ ശക്തമായ ഒരു മഴക്കാലം തുടരാണ്. അതിനെ തുടർന്നാണ് മൺസൂൺ. ചുറ്റും നിങ്ങളുടെ പ്രകൃതിയിൽ ചുറ്റും നമ്മുടെ ചുറ്റും നോക്കിയൊക്കെ അറിയാം. അന്നേരം പ്രകൃതി ചുറ്റും ചിരിച്ചു തുടങ്ങുന്നു, ഗ്രീനറി നിറയുന്നു. ചുറ്റിലും പുഴകളും എല്ലാം വെള്ളം നിറഞ്ഞ ഇതൊക്കെ നിറഞ്ഞ് ഒരു ഗ്രീനറി പതുക്കെ ഇത് വിടർന്നു വരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യനും ആൾസോ പാർട്ട് ഓഫ് ദ പ്രകൃതി. ശരിക്കും നമ്മളുടെ ശരീരം ഏറ്റവും കൂടുതൽ അതിൻ്റെ എനർജിയും മറ്റു കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കർക്കിടകം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ശരീരത്തിൻ്റെ എന്തെങ്കിലും ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. അതാണ് അങ്ങനെ രീതിയിൽ ദാറ്റ്സ് ദ റൈറ്റ് ടൈം ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ആണ്. അത് ഒരു മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ദിസ് ഇസ് ഗുഡ് എന്ന് പറയുന്നതാണ്. കർക്കിടക ചികിത്സ ശരീരം അല്ലല്ല, അതിന് വെറുതെ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നത് അതിൽ പിന്നെ ചിന്തിച്ച് നോക്കിയ കാലം നല്ല കാലാവസ്ഥ അനുസരിച്ച് മനുഷ്യർക്ക് അധികം പുറത്ത് ദൂരെ യാത്രകളൊന്നും പോകില്ല, മറ്റു കാര്യങ്ങളൊന്നും വിശാലമായി ചെയ്യാനുള്ള ഇഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അതിലും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് നല്ല രീതിയിൽ ഇത്തരം ശരീരകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അതും കൂടി. ആ ഒരു കാരണം കൂടി ഇതിൻ്റെ പുറകിലുണ്ടാവാം എന്നുള്ളത്. അത് ഔഷധ കൂട്ടുകൾ, അത് ശരീരത്തിൻ്റെ ജഡരാക്ടിവ് മറ്റ് ഡൈജസ്റ്റീവ് ഫയറും മറ്റ് ദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഔഷധ കൂട്ടുകൾ ചേർത്തിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഇതാണ്. ഡയറ്റ് ഈസ് ആൾസോ എ വെരി ഗുഡ് പാർട്ട് ഓഫ് അവർ. നമ്മുടെ ശരീരവും നമ്മുടെ പ്രകൃതിയും ഫുള്ള് കണക്റ്റഡ് ആണല്ലേ? അത് തീർച്ചയായും. ആയുർവേദത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയും മനുഷ്യനെയും തമ്മിൽ ബന്ധിച്ച് പറയുന്ന ഇതുപോലൊരു വൈദ്യശാസ്ത്രം വേറെ ലോകത്തിൽ എവിടെയില്ല. കാരണം അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ത്രിദോഷ, വാത പിത്ത കഫ. ഈ വാത പിത്ത കഫ എന്ന ത്രിദോഷ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് തന്നെ പഞ്ചമഹാഭൂത തിയറിയിലാണ്, 5 great elements തിയറി. അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് 5 great elements theory telling that there is all the subjects in the earth, whether living or non-living. നമുക്ക് ആ 2 കാറ്റഗറി ആയിട്ട് വെക്കാം. ഐറ്റംസ് ഇൻ the world is that some are living, some are non-living. Whether it's living or non-living, entire things are made up of 5 great elements എന്നാണ്. നമ്മൾ ജീവനുള്ള ഞാനും ക്രിസ്റ്റിയും ഇവിടെയുള്ള പ്ലാന്റുകളും അല്ലെങ്കിൽ ജീവനില്ലാത്ത മരങ്ങളും കല്ലും ചെടികളും എല്ലാം എക്യുപ്മെൻസും എല്ലാം മെയ്ഡ് അപ്പ് ഓഫ് 5 great elements ആണ്. അതിൽ ഈ 5 elements ഡിഫറെൻറ്റ് പെർസെൻറ്റേജിലാണ്. 5 elements 5 great elements എന്ന് പറഞ്ഞാൽ പൃഥ്വി, അപ്പ്, തേജ്, വായു, ആകാശം. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇത് ഘനം കൂടിയ അല്ലെങ്കിൽ വെയിറ്റ് കൂടിയതിന് കുറഞ്ഞൊക്കെ വരുന്നു. ഇതിൽ പൃഥ്വി, അപ്പം ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ കഫ ദോഷ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിന് സ്ഥിരത നൽകുന്നത്. ശരീരത്തിനും ഈ 3 ദോഷങ്ങൾ ചേർന്നാണ് ശരീരത്തിൽ നിലനിർത്തുന്നത്. ശരീരത്തിന് സ്ഥിരത അല്ലെങ്കിൽ ഒരു സ്ഥൈര്യം, ഒരു കൊടുക്കുന്ന ഷേപ്പൊക്കെ കൊടുക്കുന്നത് കഫദോഷമാണ്. ഓക്കെ. പിന്നീട് രണ്ടാമത്താണ് പിത്ത. പിത്ത എന്ന് പറയുന്നത് ഫയറും, അത് അഗ്നിയും
ജലവും ചേർന്നതാണ് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ അഗ്നി ആയിട്ടാണ്, അഗ്നിയാണ് പിത്ത എന്ന് പറയുന്നത്. അത് പിത്തയാണ് നമ്മളുടെ ഓൾ ഡൈജസ്റ്റീവ് ഫോഴ്സസും മെറ്റബോളിക് ആക്ടിവിറ്റീസ് ശരീരത്തിൽ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും പിത്തമാണ്. ഹീസ് ലൈക്ക് എ CEO ഇൻ അവർ ബോഡി, പിത്ത. ഓക്കെ, പിന്നെ ലാസ്റ്റ് ദോഷമാണ് ഈ രണ്ടെണ്ണം ലാസ്റ്റിലുള്ള എയർ ആൻഡ് ആകാശം, വായു ആൻഡ് ആകാശം, അത് കണക്ട് ചെയ്തിട്ടുകൊണ്ടാണ് വാദദോഷ ഉണ്ടാക്കിയിട്ടുള്ളത്. വാദദോഷ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഓൾ മൂവ്മെൻറ്റ്സ് ഈസ് കൺട്രോൾഡ് ബൈ വാദദോഷ. Central nervous system and all its movements and everything is connected with it. Without vada it cannot be moved. ഈ 3 ദോഷങ്ങളും ശരീരത്തിനാണ് നിലനിർത്തുന്നത്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് ബോഡി ടൈപ്പ് എന്ന് പറയാം. അങ്ങനെയാണ് ആൾക്കാരെ തരംതിരിക്കുന്നത്. വാദപ്രകൃതിക്കാരൻ, പിത്തപ്രകൃതിക്കാരൻ, കഫപ്രകൃതിക്കാരൻ എന്ന് പറഞ്ഞിരിക്കും. വാദപിത്ത, പിത്തകഫ, വാദകഫ എന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു സമദോഷ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് വാദപിത്ത കഫ. 7 ബോഡി ടൈപ്സ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ആയുർവേദ വൈദ്യന് അവരുടെ കാഴ്ചയിലൂടെ ദർശന, സ്പർശന, പ്രശ്ന കാഴ്ചയിലൂടെ നിങ്ങൾ ഏത് ദോഷം, നിങ്ങളുടെ മൂവ്മെൻറ്റും കാര്യങ്ങളും അപ്പിയറൻസൊക്കെ ഏത് ദോഷാധിക്യമാണെന്ന് പറയാൻ പറ്റും. പിന്നെ ടച്ചിലൂടെ ഇത് പൾസ് അനാലിസിസ്, ബോഡി ടെമ്പറേച്ചർ അനാലിസിസ് ഒക്കെ നോക്കിയിട്ട് ദെൻ വി കൻ അനാലിസിസ്, ദെൻ ഫർദർ വി കൻ ഡിസ്കസ്. അതിലൂടെ നിങ്ങളുടെ ബോഡി ടൈപ്പ് എന്താണെന്നും അതിലിപ്പോൾ ഉള്ള ഇൻബാലൻസ് എന്താണെന്നും ഇത് കണ്ടെത്താൻ പറ്റും. അതിനനുസരിച്ചുള്ള ചികിത്സയാണ് വൈദ്യൻ ചികിത്സ ഇത് നിർണ്ണയിക്കുക. ഇപ്പൊ നമ്മുടെ ആയുർവേദമൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറിപ്പോയല്ലോ, എല്ലാരും അലോപ്പതിയുടെ അല്ല, ഇത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് സർവൈവ് ദിസ് മെനി ഇയേഴ്സ്. അതിൽ തന്നെ നമ്മൾ പറയുന്നത് ഈ മനുഷ്യൻ്റെ ജനനം തൊട്ട് പറയുന്നു, ജനനം തൊട്ട് ഹൗ ടു പ്രിസർവ് യുവർ ഹെൽത്ത് എന്ന് പറയുന്നത് സ്വസ്ഥവൃത്തം, പ്രിവെൻറ്റീവ് കെയറിനെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് പറയുന്ന വേറൊരു സയൻസ് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് അതിനുശേഷമാണ് നമ്മൾ ഡിസീസ് എങ്ങനെ ഉണ്ടാവുന്നു, അതിൽ എങ്ങനെയാണ് അതിനെ ഓരോ അസുഖങ്ങളെയും ഇത് പ്രതിരോധിക്കേണ്ടതെന്നും ക്യൂർ ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽഡായിട്ട് പറയുന്ന വലിയൊരു ശാസ്ത്രമാണ്. അതിൽ തന്നെയാണ് നിങ്ങൾ ഈ പഞ്ചകർമ്മ എന്ന് പറയുന്നത്, ഡീടോക്സിഫിക്കേഷൻ. അതാണ് ആയുർവേദത്തിൽ ഏറ്റവും വൈഡായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാര്യം എബ്രോഡുള്ള ആൾക്കാരും എല്ലാവരും നമ്മളെ ഇവിടുത്തെ ആയുർവേദം തൊട്ട് ഇങ്ങോട്ട് വരുന്നു, നമ്മളെല്ലാവരും വേറെ ട്രീറ്റ്മെന്റ് വർക്കിലൊക്കെ ഇങ്ങനെ പോകണം. ആരും അങ്ങനെയല്ലേ എമർജൻസി മാനേജ്മെൻറ്റിന് പോകുന്നുണ്ടാവും. പക്ഷേ ആയുർവേദത്തിനെ ഇല്ലാതാക്കാനോ ആയുർവേദത്തിനെ എഴുതിത്തള്ളാനോ ആർക്കും പറ്റില്ല. കാരണം മെനി നൂറ്റാണ്ടുകളോളം അത് സർവൈവ് ചെയ്ത ഒരു സയൻസിന് അതിൻ്റേതായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് നമ്മളാരും പറയുന്നില്ല നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നൊന്നും വലിയൊന്നുമല്ല. പക്ഷേ ആയുർവേദത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രസക്തി ഒരിക്കലും കുറയില്ല. അതിൽ മെയിനായിട്ട് പറയാൻ ഞാൻ കാരണം ഡീടോക്സിഫിക്കേഷൻ, പഞ്ചകർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? അത് പഞ്ചകർമ്മ 5 ഫോൾഡ് ഡീടോക്സിഫിക്കേഷൻ തെറാപ്പീസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസുകൾ ബ്രീത്തിങ്, ഈറ്റിംഗ്, ഡൈജഷൻ ആൻഡ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വർക്കുകളെല്ലാം തുടർന്നു കൊണ്ടുപോകുന്നു. അപ്പോൾ ആ വർക്ക് തുടർന്നു കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ആണ് നമ്മളുടെ ശരീരത്തിന് അപജയം ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു വയസ്സിന് ശേഷം നമുക്ക് പതുക്കെ ആഫ്റ്റർ 25-30 ഇയേഴ്സ് ഇറ്റ്സ് സ്റ്റാർട്ടഡ് ഡീജനറേറ്റിംഗ് ആണ്. അപ്പോഴാണ് നമ്മൾ പ്രിവെൻറ്റീവ് കെയറും എക്സസൈസും എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് എപ്പോഴും നമ്മളോട് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് ഇത് സ്പീഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റീസൺസ്. ആഹാരശ്ച വിഹാരശ്ച എന്ന് പറയും. ആഹാരം കൊണ്ടും പിന്നെ വിഹാരം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കഴിക്കുന്നത്, എന്താണോ ബ്രീത്ത് ചെയ്യുന്നത്, ഏത് സറൗണ്ടിങ്സിലാണ് നമ്മൾ ടച്ച് ബേസ് ചെയ്ത് നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് ഇത് ആഹാരശ്ചൈൽ പെടുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. ബ്രീത്ത് ചെയ്യുന്ന എയറിൽ എന്തൊക്കെ പൊല്യൂഷൻ ഉണ്ടോ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകും. നമ്മൾ എന്തൊക്കെ ജങ്ക് ഫുഡുകളാണോ അത് കഴിക്കുന്നത് അത് നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നു. അതിൽ ചിലതൊക്കെ ടോക്സിൻ ഇത് എലിമിനേറ്റ് ചെയ്തു പോകും, ചിലത് ബോഡിയിലേക്ക് ഇതാകാം. അത് ആഹാരം. അതുകൊണ്ടാണ് നമ്മൾ ഡയറ്റ് കൂടി വളരെ സ്പെസിഫിക് ആയിരിക്കണം എന്ന് പറയുന്നത്, ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ വിഹാരശ്ച എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോൾഡ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ.
ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കൊഴിഞ്ഞേക്കുന്ന എല്ലാം ഉണ്ടല്ലേ? ഉറക്കൊഴിയിൽ മാത്രമല്ല, നിങ്ങളെ ഹാർഡ് വർക്ക് മണിക്കൂറുകളോളം ലാപ്ടോപ്പിന് മുന്നിൽ അല്ലെങ്കിൽ ഫോണിൽ ഉറക്കമളച്ചിരുന്ന് റീൽസ് കാണുന്നത് മുതൽ, പിന്നെ നിങ്ങൾ വേണ്ട രീതിയിൽ എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് മുതൽ, നിങ്ങളുടെ മൈൻഡിലുണ്ടാകുന്ന കുറേ വേണ്ടാത്ത തോട്ട്സും അതിനെക്കുറിച്ചുള്ള കുറേ ചിന്തകളും, ഓൾ ദീസ് പ്രോസസ്സസ് ദാറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് സ്റ്റൈൽ. ഓക്കെ. നിങ്ങളൊരു റിതമിക് ലൈഫ് അല്ലാതെ ഇൻബാലൻസ്ഡ് ഒരു രീതിയിലുള്ള ഒരു വർക്ക് സ്റ്റൈലും മറ്റൊക്കെ, അതാണ് ഇന്നത്തെ ജനറേഷൻ്റെ ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് കൂടിയാണ്. എല്ലാവരും പ്രൊജക്റ്റും ഡെഡ് ലൈനുമാണ്. അതെ, എല്ലാവരും യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് പ്രൊജക്റ്റ്. എന്താണ് ഇത് തീരുമ്പം അടുത്ത പണി തരാം എന്ന് പറഞ്ഞ് എന്താണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പലതും നമ്മളെ സ്വയം ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ മറന്നുപോകും. ഓക്കെ. അപ്പോൾ ഈ ആഹാരം കൊണ്ടും വിഹാരം കൊണ്ടും ഇത് ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈലും കൊണ്ട് നമ്മുടെ ബോഡിയിലെ ഒരുപാട് പ്രശ്നങ്ങളും ബോഡിയിലും മൈൻഡിലും ഉണ്ടാകുന്നുണ്ട്. ടോക്സിൻസ് അക്യുമുലേറ്റിംഗ്. നമ്മൾ മൈൻഡിലും നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റിയും മറ്റൊക്കെ ഉണ്ടാകുന്നു പറയുമല്ലോ. അതുപോലെ തന്നെയാണ് ബോഡി ചാനലുകൾ. നമ്മുടെ ബോഡിയിലുടനീളം ചാനൽസാണ്. ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്, ലിംഫാറ്റിക്, സർക്കുലേറ്ററി, ഓൾ ദീസ് ചാനൽസ് ആർ ഗെറ്റിംഗ് ഫ്ലോ ആണ്. അതിൽ കൂടുതൽ ടോക്സിൻസ് ആൾസോ അക്യുമുലേറ്റിംഗ് എക്സിറ്റ്സ്. ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ മൈൻഡിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മറ്റ് തോട്ട്സ്. ഓക്കെ. അപ്പോൾ ഇതൊരു ഹോളിസ്റ്റിക് വേയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം കർമ്മത്തിന് ഇതാകുമ്പോൾ പൂർവ്വകർമ്മങ്ങളായിട്ടാണ് നമ്മളെ ഈ സ്നേഹസ്വേത എന്ന് പറഞ്ഞ് അഭ്യംഗം, സ്റ്റീം ബാത്ത്, കിഴി, മറ്റുള്ളതൊക്കെ നിങ്ങളെ ടോക്സിൻ പുറത്തേക്ക് കളയാനുള്ള തെറാപ്പികൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതാണ്. അതെ. അതെങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങളൊരു വൈദ്യൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം ഹി വിൽ അനലൈസ് യുവർ പ്രസൻറ്റ് ബോഡി ടൈപ്പ് ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ്. അത് കഴിഞ്ഞിട്ട് റിക്വയർഡ് പഞ്ചകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5 പാർട്ടിൽ ആയിട്ട് 5 രീതിയിലുള്ള കർമ്മങ്ങളാണ്. ഒന്ന് നസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിലൂടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഹൈ പൊട്ടൻഷ്യൽ ഓയിൽസ്. അത് കുറച്ച് പ്രിക്കോഷണറി കുറേ സിറ്റുവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നസ്യം ചെയ്യുമ്പോൾ the toxins accumulated in the head part and the sinus region, all these things are it's affecting the central nervous system. പിന്നെയുള്ളത് രണ്ടാമത്തെ പറയുന്നത് വമനമാണ്. ഓക്കെ. വമനം എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്. ഒരു മെഡിസിൻ കൊടുത്ത് അതിനെല്ലാം കുറേ പ്രിപ്പറേറ്ററി കാര്യങ്ങൾ ചെയ്യാണ്ട് കുറേ ഹെൽത്ത് സ്റ്റാറ്റസും ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒന്നാളെ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നില്ല, കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഡ്യൂസ്ഡ് മെഡിസിൻ, ഒരു ലിക്വിഡ് ഫോം മെഡിസിൻ കൊടുത്ത് കഴിഞ്ഞിട്ട് വോമിറ്റ് ചെയ്യിക്കുന്നത് അതുള്ളത്. സോ ഇതാണ്. തേർഡ് വൺ ഈസ് വിരേചന. വിരേചന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ അടിപ്പിച്ചിരിക്കുന്ന വേസ്റ്റ് ടോക്സിൻസിനെയൊക്കെ നമ്മൾ പർഗേഷൻ തെറാപ്പി എന്ന് പറയും. മെഡിസിൻ കൊടുത്തിട്ട് വയറിളക്കി കളയുക എന്നുള്ളതാണ്. പിന്നീടുള്ളത് വസ്തി എന്ന് പറയുന്നത് സ്നേഹവസ്തി, അത് എനിമ എന്ന് പറയും, മെഡിക്കേറ്റഡ് എനിമ. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ശരീരത്തിൽ ടോട്ടലായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ. അതിൽ ഏത് കർമ്മമാണ് വേണ്ടത് അത് മാത്രമാണ് വൈദ്യൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ ആണെങ്കിലും ഇറ്റ് വിൽ ടേക്ക് ടൈം. 3-4 വീക്സ് ഒക്കെ അത് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളിലേക്ക് ഇതാക്കുക. അതുണ്ടാവും. രക്തമോക്ഷ ഈസ് ആൾസോ ടേം ഡേസ്ഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യലായിട്ട് ഉണ്ടാകുന്ന ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് പഞ്ചകർമ്മ എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേറ്ററി കർമ്മ ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, പഞ്ചകർമ്മ ഞാൻ ഒരു ദിവസം കൊണ്ട് 2 ദിവസം നോട്ട് പോസിബിൾ. ഇറ്റ് നീഡ് ടു 14 days എങ്കിലും മിനിമം. ചെറിയ രീതിയിൽ 14 to 28 days എന്നുള്ള ഇതാണ് വരുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്രിപ്പറേറ്ററി കർമ്മ മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിന് കണ്ട് കോൾ ഇറ്റ് ഇസ് പഞ്ചകർമ്മ. ഇറ്റ്സ് അനുകർമ്മ, പൂർവ്വകർമ്മ എന്ന് പറയും. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യിച്ചിട്ട് ആക്കിയെടുക്കുന്നു എന്നുള്ളത്. അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച നിങ്ങൾ എണ്ണയിട്ട് തടവുകയും അഭ്യംഗങ്ങൾ ചെയ്യും, സ്വേദം ചെയ്യും. പിന്നെ ഇൻറ്റേർണലി ആയിട്ട് കുറച്ച് മെഡിക്കേറ്റഡ് ഗീ ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിക്കകത്തെ ചാനൽസ് എല്ലാം ശരിക്ക് കുറച്ച് റിവേഴ്സ്ഡ് ആകും. കുറച്ച് ഹാർഡായിട്ടുള്ള ടോക്സിൻസൊക്കെ ഒരു ദ്രവരൂപത്തിലായിട്ട് വരും. ഈസി ടു മൂവ് ഔട്ട് എന്നുള്ളത്. പിന്നീട് ആണ് നമുക്കത് കൂടുതൽ ടോക്സിൻസ് പുറത്ത് പോകുന്നത്. അത് പർഗേഷനിലൂടെ ആകാം, അത് MSSലൂടെ ആകാം, എങ്ങനെയാണെങ്കിലും ഇതാകുന്നത്. ദാറ്റ് ഇസ് ദ ബേസിക്സ് ഓഫ് പഞ്ചകർമ്മ അഡ്മിനിസ്ട്രേഷൻ. ഡോക്ടർ, നമുക്ക് ഈ 15-ാം തീയതി മുതൽ കർക്കിടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കർക്കിടകം സ്റ്റാർട്ട് ചെയ്യുന്ന കർക്കിടക മാസമാണ്.
കർക്കിടക ചികിത്സ എന്നുള്ള പേര് മാത്രമാണ്. മാസത്തിന് അങ്ങനെ ഇപ്പോൾ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ നിങ്ങൾ നോക്കൂ. കറക്റ്റായിട്ട് ചിലപ്പോൾ കർക്കിടകത്തിൽ മഴയില്ലാതെ ആകാം, കർക്കിടകം കഴിഞ്ഞിട്ട് പിന്നെ പേമാരി ആകാം. ഓക്കെ. അപ്പോൾ അതിന് ഒരു ടേം മാത്രമാണ്, ആ ഡേറ്റ് വൈസ് എന്നുള്ളതല്ല അതിന്. പിന്നെ രാമായണ പാരായണം അങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ നമ്മളുണ്ട്, ദാറ്റ് വിൽ കണ്ടിന്യൂ ദാറ്റ്. പക്ഷേ ചികിത്സയുടെ അടുത്ത് വരുമ്പോൾ ആ കർക്കിടകത്തിൻ്റെ ആ പ്രകൃതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, അത് മനുഷ്യനുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, അതിനനുസരിച്ച് കൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആ പ്രിഫറൻസിലൂടെയാണ് നമുക്ക് ഏറ്റവും ഗുണമുണ്ടാകുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ എനിക്കിപ്പോൾ കർക്കിടക ചികിത്സ എന്തെങ്കിലും ചെയ്യണം, അപ്പോൾ ഞാനത് ഇന്ന ഡേറ്റ് എന്ന് പറയുന്നത് 12-ാം തീയതിയാണ്. ഇന്ന് 17-ാം തീയതിയാണ് ഇത്. അനദർ 4 days. അപ്പോൾ ഇങ്ങനെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പോൾ 15-ാം തീയതി കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യണോ, അതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണോ? അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു ഡേറ്റ് വെച്ച് ഒരു കലണ്ടർ വെച്ചിട്ട് ഒരു മിറക്കിളൊന്നും ഉണ്ടാക്കാനുള്ളതല്ല. നമുക്ക് ഏറ്റവും ഞാൻ പറഞ്ഞത് ഈ കർക്കിടക ഈ മാസങ്ങളിൽ ചെയ്യുന്നത് നല്ലതാണ് മറ്റുള്ളവർ നേരത്തെ അപേക്ഷിച്ചിട്ട്. ഞാൻ അതുകൊണ്ടാണ് ഉത്തരായനം, ദക്ഷിണായനം, സണ്ണിൻ്റെ ഫോഴ്സും മറ്റൊക്കെ പറഞ്ഞത്. അതിൽ ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി സ്വീകരിക്കാനായിട്ട് ആക്സെപ്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ടൈമാണ് ഇത്. ഈ സമയം ഇത് ദക്ഷിണായനം തുടങ്ങുന്നു. അപ്പോൾ തളർന്നു കിടന്ന സമ്മറിൽ തളർന്ന ശരീരം അല്ലെങ്കിൽ ദോഷം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബോഡിയും ചുറ്റുമുള്ള പ്രകൃതികളെല്ലാം ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇറ്റ്സ് ബിക്കോസ് ഇതൊരു ബിഗിനിങ് ആണ്. Then you can continue after some time also, but the best is for the കർക്കിടകം. ഇപ്പോഴത്തെ ജനറേഷനിൽ എനിക്ക് പോലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ സാർ പറയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത്. ഇതേ കണക്ക് ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ ധാരണ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം കർക്കിടക മാസം വരുന്നു, അതെന്തോ ഒരു വലിയൊരു പ്രശ്നമുള്ള മാസമാണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഇത്രയും സയൻസ് ഉണ്ടെന്നോ അല്ലെ നമ്മുടെ ശരീരത്തിന്റെ ഇത്തരം പ്രശ്നങ്ങളോ ആരും ബോധമായിട്ടല്ല, ആർക്കും അറിയത്തില്ല. നമ്മുടെ ഒരു ഇതിലിപ്പം കർക്കിടകം എന്നല്ല, ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ബോഡിയും ശരീരത്തിന് മനസ്സിന് ശരീരം നിങ്ങളുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഹെൽത്ത് സ്റ്റാറ്റസ്. നിങ്ങളുടെ ഇതിനെ എനിക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാൻ പറ്റുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടിയുള്ള ആളാണ്. ഓക്കെ, ഹൗ ദ വേ യു ആർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ വെഹിക്കിൾ. റെഗുലർ സർവീസിന് കൊടുക്കുന്നു. നിങ്ങൾ റഫ് റോഡിലൂടെ റഫ് ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ നിറക്കുന്ന ഫ്ലൂയിഡ് പെട്രോളൊക്കെ മലിനമായിട്ടുള്ള പെട്രോളൊക്കെ നിറച്ചിട്ട് കുറേ ഓടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി എളുപ്പം കേടായി പോകും. അപ്പോൾ ഒന്ന് നമ്മൾ ഋതുചര്യ, ദിനചര്യ പോലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻഡായിട്ട് കാര്യങ്ങൾ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ആഹാരം അകത്തെടുക്കുന്നു, ബ്രീത്ത് ചെയ്യുന്നു, മറ്റുള്ളത് കഴിക്കാം. പിന്നെ രണ്ടാമത് അഗൈൻ വെഹിക്കിളിൻ്റെ, നിങ്ങളുടെ വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് 1000 കിലോമീറ്റർ എത്തുമ്പോൾ സർവീസ് ചെയ്യണം, പിന്നെ ഇത്ര കിലോമീറ്റർ എത്തുമ്പോൾ സർവീസ് ചെയ്യണം, ഇത്ര മാസം എത്തുമ്പോൾ എന്തായാലും സർവീസ് ചെയ്യണം, വെറുതെ വെച്ചുകൊണ്ടിരിക്കരുത് മറ്റൊന്നായിരുന്നാണ്. അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ മൈലേജ് കുറയും, അതിൻ്റെ എൻജിൻ ട്രബിളും മറ്റുള്ളതൊക്കെ തരും. അതുപോലെ വർഷത്തിലൊരിക്കൽ നമ്മളെല്ലാവരും പലർക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല വർക്കുകളും പലതും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, നമ്മുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടി. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ശരീരമാണ്, ശരീരം മനസ്സിലാണ്. അതിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വെഹിക്കിൾ വൺസ് ഇൻ എ ഇയർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം എന്നുള്ള നിർബന്ധമുണ്ടല്ലോ ഒരു വർഷം. ഇത് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ക്ലീൻഡ് എവറി പാർട്ട്. എന്താ പറയുക, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. മീൻസ് വെഹിക്കിൾ ക്ലീൻ ഇത് സർവീസിന് കൊടുക്കുന്നവരുടെ പറയാം. ഓക്കെ, അതിൽ ഓരോ പാർട്ട് അവർ ചെയ്ത് വെച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യട്ടെ, അത് ചേഞ്ച് ചെയ്യട്ടെ, ഇത് അഡീഷണൽ പാർട്ട് ഇന്നത് പ്രശ്നമുണ്ട്, അത് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, മറ്റൊന്നൊക്കെ നമ്മളെടുക്കുന്ന പെർമിഷൻ വാങ്ങിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് നൽകിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് സർവീസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ടോക്സിൻസിന് ഡിറ്റോക്സിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് ഇത് ഓയിലും ഗ്രീസും ഒക്കെ ഇട്ട് കുട്ടപ്പനാക്കി പെയിൻ്റ് അടിച്ച് ഇതാക്കുന്ന പോലെ തന്നെ we have to do some rasayana and rejuvenating drugs and rasayana therapies also needed. That's it. So that's why many of the old people who lived many years with a healthy and happy mind, they usually go for this therapy on regular basis, at least in a yearly
2 weeks, 3 weeks wise. എൻ്റെ ഒരു എക്സൽ കാരണം ഞാനിപ്പോൾ 2 വീക്കിൽ ഒരിക്കലും ഇവിടെ വന്ന് മസാജ് ചെയ്യുന്നുണ്ട്. അത് ആണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ കാരണം ചെയ്യുന്നതുകൊണ്ട് വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ സാർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്കല്ല ഈ കാണുന്ന ഒരുപാട് പേർക്ക് ആയുർവേദത്തെ കുറിച്ച് ഒരുപാട് നല്ലൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്, കർക്കിടകത്തെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ത്രിഫലയെ കുറിച്ച് നമുക്ക് ഇവിടെയുള്ള സർവീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. സോ ഓക്കെ ഓക്കെ, അപ്പൊ അതും കൂടി നമുക്ക് കാണാം. ത്രിഫലയെ ഞാൻ ത്രിഫലയെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് മൈ ഡ്രീം ടു പ്രൊവൈഡ് ദ നോർമൽ പീപ്പിൾ ആൻഡ് high-end perfection Ayurveda treatments, which its purity and authenticity എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫുകളെ നമ്മൾ അത്യധികം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ ഏരിയകളും അത്രയും ക്ലീനിങ്ങോടുകൂടി സ്പെസിഫിക്കേഷൻ കൂടി ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് അവർ എയിം. പിന്നെ മോർ ദാൻ ദാറ്റ് വി ആർ ട്രൈങ് ടു add on many techniques of traditional techniques to cure that problems the modern young generation is facing it. Okay, നമുക്ക് നമ്മുടെ ജസ്റ്റ് ഒന്ന് കാണാം. Sure. Okay, thank you. Come, I'll show you the treatment room. So നമ്മളിവിടെ ഇത് ആയുർവേദ തൈലദ്രോണി എന്ന് പറയും. ഇവിടെയാണ് തെറാപ്പികൾ ചെയ്യുന്നത്. നമ്മളിതിൽ ഏറ്റവും ഓരോ തെറാപ്പിക്ക് ശേഷവും ഹൈ ആൻഡ് ക്വാളിറ്റിയിൽ നമ്മളിത് ഹൈജീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇവിടെ ചെറിയൊരു മെഡിറ്റേഷൻ തെറാപ്പിയൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ചെറിയൊരു ഇത് ബിക്കോസ് വി വാണ്ട് ടു എൻഷുവർ ദാറ്റ് ഹോളിസ്റ്റിക് അറ്റ്മോസ്ഫിയർ ആൾസോ മെയിൻറ്റെയിൻഡ്. ഓക്കെ, ഇത് എന്താ സാർ ഇതിൻ്റെ അർത്ഥം? I am a വിശ്വഭേഷജം മീൻസ് ഇറ്റ്സ് വൺ ലൈൻ ഓഫ് എ തെറാപ്പിസ്റ്റ് പ്ലഡ്ജ്. ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈകളിൽ വിശ്വഭേഷജം, എൻ്റെ ഹീലിംഗ് പവർ ഇൻ ദിസ് യൂണിവേഴ്സ് ഇൻ മൈ ഹാൻഡ് എന്നുള്ള ഒരു പ്രെയറാണ് തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ലൈൻ വരുന്ന I am a ഹസ്തോ ഭഗവൻ എന്ന് പറയുന്നത് താഴത്തെ റൂമിലുണ്ട്. ഒരു റൂമിൽ ഇങ്ങനെ ഓരോ റൂമിലും ഓരോ ലൈൻ ഉണ്ട്. I am a ഹസ്തോ ഭഗവൻ എന്ന് പറഞ്ഞാൽ മൈ ഹാൻഡ്സ് ആർ ഗോഡ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. ദൈവമാണല്ലോ എല്ലാം. ആ ദൈവത്തിൻ്റെ കൈകൾ, ദൈവമാണ് എനിക്ക് കൈകൾ നൽകിയത്. സോ this is God itself. And my hands having entire universal healing power is in my hand. എന്നുള്ള ആ ഒരു ഇതോടുകൂടി വിത്ത് ദാറ്റ് മച്ച് കോൺഫിഡൻസ് അവർ തെറാപ്പിസ്റ്റ് ഈസ് പെർഫോമിങ്. ഓക്കെ, മറ്റു റൂമിലൊക്കെ ഇത് ട്രീറ്റ്മെന്റ് എടുക്കുന്നല്ലേ? അതെ. ഓക്കെ, ഇത് ഈ ഒരു കോൺസെപ്റ്റ് സാർ, ഇത് നമ്മളൊരു ഫുഡ് റിച്വൽ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോർട്ട് മെഡിറ്റേഷൻ, ബ്രീത്തിങ് മെഡിറ്റേഷൻ, ബിക്കോസ് യു ആർ കമ്മിങ് ഫ്രം വിത്ത് യുവർ ഓൺ വർക്ക് ആൻഡ് തിങ്സ് ഇൻ യുവർ മൈൻഡ്. സോ വാട്ട് വി വാണ്ട് ടു ദാറ്റ് യു നീഡ് ടു ഡിസ്കണക്ട് വിത്ത് യുവർ തോട്ട്. അതെ, ഞാൻ മസാജ് ചെയ്തപ്പോഴും ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയുന്നില്ല, ചെയ്യുന്നു. അപ്പം അതിൽ നമ്മൾ ഫുഡിൽ റിച്വൽസും പ്രഷർ പോയിന്റ്സും ഒക്കെ ഇതാകുന്നു. ഒപ്പം തന്നെ നിങ്ങളൊന്ന് സെൽഫ് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഗൈഡ് ചെയ്യുന്നു. അതോടുകൂടി യു വിൽ ബി സ്വിച്ചിങ് ഓഫ് യുവർ ഫോൺ. So we want your mind is also switched off and getting into the treatment. Yeah. So the treatment involves body, mind and spirit. So your complete involvement ഉണ്ടാകണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ആംബിയൻസും അതും എല്ലാം പൂർണ്ണമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ മ്യൂസിക് ഓൾ ടുഗദർ എല്ലാം. ഓക്കെ, ഇത് കൺസൾട്ടേഷൻ റൂം അല്ലേ സാർ? ദിസ് ഇസ് കൺസൾട്ടേഷൻ റൂം. ഓക്കെ, താഴെ ഉണ്ട് കൺസൾട്ടേഷൻ, ഇവിടെ ആറുമായിട്ട് കൺസൾട്ടേഷൻ. Okay. So have a detailed and depends upon the health status, the consultation will be short and long. Okay. Every day there is a consultation. If you are going for 7 days, 14 days also, every day we will analyze that what is the treatments today's, like that it is will be written. And before and after consultation, and we'll check how is it. And inside the treatment room also, the doctor's supervision will be there mostly. Okay. ഇവിടെ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് സാർ? ഇപ്പോൾ 2 doctors always here. Okay. നമുക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്ത് വരേണ്ടതായിട്ടുണ്ടല്ലോ. തീർച്ചയായും അപ്പോയിന്റ്മെന്റ്, ബിക്കോസ് തെറാപ്പി ഇറ്റ്സ് ഗിവൺ ബേസ്ഡ് ഓൺ ദ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ സാർ. യെസ് സാർ, ഇത് രണ്ടാമത്തെ റൂം അല്ലേ? യെസ്. ഓ, ഓക്കെ. എല്ലാ റൂമിലും ആ ഒരു രീതിയിലോട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ആംബിയൻസ് ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ തലവെച്ചിരുന്നപ്പോൾ. ഇതിന്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു സാർ? ബിക്കോസ് ഇറ്റ്സ് എ കൺസെപ്റ്റ്, ഇറ്റ്സ് നത്തിങ് യു ഹാവ് ടു
യുവർ മൈൻഡ് ഷുഡ് ബി പ്ലസൻറ്റ്. അതെ അതെ, ഞാൻ ഇതിൽ കിടന്നപ്പോൾ വേറെ ഒന്നും അറിഞ്ഞില്ല, ഇങ്ങനെ വേറൊരു ലോകത്തോട്ട് പോയി കണക്കുണ്ടായിരുന്നു മസാജ് സമയത്ത്. ഓ, ഇതിവിടെ വേറെ കോട്ടാണല്ലേ. ഐ എം ശിവ വിമർശസന, മീനിങ് ദിസ് ഹാൻഡ് ടച്ചസ് ദി ഡിവൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇറ്റ്സ് ആദ്യമേ പറയുന്നുണ്ടല്ലോ, ഗോഡ് ഗിവൺ ദിസ് ഹാൻഡ് ആൻഡ് ഇറ്റ്സ് ഗോഡ് ഇറ്റ് സെൽഫ്. എൻ്റെ യൂണിവേഴ്സൽ പവർ ഈസ് ഇൻ മൈ ഹാൻഡ് ആൻഡ് ദ ഗോഡ് ഈസ് ടച്ച്ഡ് മൈ ഹാൻഡ്സ്. സോ ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൈകളിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. So the hands therapy, ഇതിലൂടെ I can, it's a positive energy transferring. മനസ്സിലായി. So that will take away your pain. ഓക്കെ. നമ്മുടെ മറ്റേ റൂമിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നല്ലേ. ഇതാണ് നിങ്ങൾ ചോദിച്ച കർക്കിടക കഞ്ഞിക്കൂട്ട്. ഓ, ഇത് ഒരു 7 ദിവസത്തേക്ക് ഒരാൾക്ക്, ഒരു പേഷ്യൻറ്റിന് ചികിത്സ നടക്കുമ്പോൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നത്, ഇവിടെ വരുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് ഇത് കഞ്ഞിയും കൂടി കഴിച്ചിട്ട് പോവാം. അല്ലാത്തവർക്ക് ഇത് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. സർ, ഇതെല്ലാം നമ്മുടെ ഓൺ മെഡിസിൻസ് ആണോ? ഇതെല്ലാം ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖ ഫാർമസികളുടെ മെഡിസിൻസ് ആണ്. കേരള ആയുർവേദ ഫാർമസിയുടെ മെഡിസിൻസ് ഉണ്ട്. പിന്നെ വേറെ പല പാറ്റന്റ് ഡ്രഗ്സ് ഉണ്ട്. സോ വി ആർ കമ്മിങ് അപ്പ് വിത്ത് മോർ ഓൾ വെറൈറ്റീസ് ഓഫ് ആയുർവേദ മെഡിസിൻസ് ഫോർ അവർ ട്രീറ്റ്മെൻറ്റ്. ഇവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. യോഗീഷ് ഡോക്ടർ, ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ത്രിഫലയെക്കാട്ടും കൂടുതൽ ആയുർവേദത്തെക്കുറിച്ചുള്ള മഹത്വം നമ്മൾക്ക് ഒരുപാട് ഈ വീഡിയോയിലൂടെ സാറ് പറഞ്ഞിരിക്കേണ്ടായി. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒരുപാട് ഡൗട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ ഡൗട്ടുകൾ വരട്ടെ, വീണ്ടും നമുക്ക് വീഡിയോസ് ചെയ്യാം. തീർച്ചയായും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ത്രിഫലയെക്കുറിച്ച് ഇനിയും കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇദ്ദേഹത്തിനുമായിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അടുത്ത നമുക്ക് ചെയ്യാം. ഞങ്ങൾ ഇവിടെ ഉള്ള ചില ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചും മറ്റുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെയുള്ള വീഡിയോ നമ്മുടെ ഓൺ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തുടങ്ങിയില്ല. ഈ സെൻറ്റർ തന്നെ തുടങ്ങിയിട്ട് 7 months ആയല്ലോ. നമ്മൾ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. സർ, നമ്മുടെ ഈ ഇതെന്ത് എയർപോർട്ടിൽ എന്തോ ഇല്ലേ സർവീസസ്? ഉണ്ട്. നമ്മൾ ഇപ്പോൾ ബോംബെ എയർപോർട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു 2015. ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടുകാരെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് അവിടെ T2 പുതിയ എയർപോർട്ട് T2 എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ ലോഞ്ചിലും ഡൊമസ്റ്റിക് ലോഞ്ചിലും പ്രീമിയർ ലോഞ്ചിൽ our brand is displaying there. So they included some of the Indian essence of treatments. ത്രിഫലയുടെ എല്ലാം അത് അവർ പറഞ്ഞത്, വി ആർ എൻകറേജിങ് അവർ ട്രാവലേഴ്സ് ടു ക്യാരി സം ഓഫ് ദ ഇന്നോവേറ്റീവ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ടു യുവർ കൺട്രി എന്നുള്ള രീതിയിൽ. സോ ത്രിഫല ഈസ് ടേക്കിംഗ് പാർട്ട് ഓഫ് ദാറ്റ്. അവിടെ നമ്മുടെ മർമ്മയുടെ കുറച്ച് ടെക്നിക്സ് തെറാപ്പീസും നമ്മുടെ ചെറിയ ഹെർബൽ പോച്ച് തെറാപ്പീസും അങ്ങനെയുള്ള കുറച്ച് ഷോർട്ട് തെറാപ്പീസും മറ്റൊക്കെ അവിടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഗെറ്റിംഗ് ഇൻ ടു ഹ്യൂജ് Trifala, this is one of the dream project I started in there, as I told you. That is, സാധാരണക്കാരിലേക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സും ഇതിൻ്റെ ക്വാളിറ്റിയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അവൈലബിൾ ഓൺലി ഇൻ 5-star ഹോട്ടൽസ് എന്നുള്ള പറയും. ഇവിടെ ഓതൻറ്റിക് ആയുർവേദയുടെ വാല്യൂ അല്പം പോലും ചോരാതെ അതേ പെർഫെക്ഷനോടുകൂടി അത്രയും പ്യൂരിറ്റിയോടുകൂടി സാധാരണ ജനങ്ങൾക്ക് അത്രയും ഹൈജീൻ സ്റ്റാൻഡേർഡോടുകൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ആയുർവേദ, മർമ്മ, തെറാപ്പിറ്റിക് യോഗ ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് എർഗണോമിക്സ്, കണക്റ്റിംഗ് വിത്ത് എർഗണോമിക്സ് സയൻസ് ഓഫ് വർക്ക്. അങ്ങനെയുള്ള ഒരു റിസർച്ച്ഡ് ആയിട്ടുള്ള കുറേ തെറാപ്പി മോഡലിറ്റീസാണ് നമ്മളിവിടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. അതും അവർ സ്റ്റാഫ് നമ്മളെ തരുന്നത്. We are connecting with that many techie offices in Info Park nearby all these things. We used to do some camps and making awareness for them and how they can protect their health. So we are moving on to that. കേരളത്തിൽ ഇവിടെ കൊച്ചിയിലുണ്ട് എന്ന് ആരും അറിഞ്ഞിട്ടില്ല സർ. No, we just started the mission. So അത് ഈ രീതിയിൽ I think വളരെ എക്കണോമിക്കലായിട്ട് ഇപ്പോൾ ലക്ഷറി റൂട്ടഡ് ട്രഡീഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ വാണ്ട് ടു സേ ലക്ഷറി അഫോർഡബിൾ എന്നുള്ള. സോ ഇൻ അഫോർഡബിൾ വേയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ കെയർ ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം. എങ്ങനെ ത്രൂ ആയുർവേദ ആൻഡ് ട്രഡീഷണൽ വേ എന്നുള്ള ഇതാണ് മെസ്സേജാണ് നമുക്കിടാം.
ഓക്കെ So we will be looking to spread this kind of the same institution into സിറ്റിയുടെ മറ്റു പാർട്ടിലേക്കും മറ്റ് മെട്രോകളിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യാമെന്നുള്ള ഒരു ഓക്കെ ബൃഹത്തായ ഡ്രീമാണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. ഞാൻ തന്നെ ഇദ്ദേഹത്തെ ആദ്യം കണ്ട സമയത്ത് ഇദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റും ഇപ്പോഴും ഓർത്തിരിക്കുകയും അതേ കണക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇദ്ദേഹത്തെ ഇനി നമുക്ക് കാണുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം വലിയ വീഡിയോ ആയി, പക്ഷേ ഒരുപാട് പേർക്ക് ഇത് അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനിയും അറിയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സർ. Thank you so much, Christy. You're wonderful. Your questions and the time spent with you. ഓക്കെ, താങ്ക് യു സർ. ശരി.